കുവൈത്തിൽ നിന്ന് തുടങ്ങി സൗദി, ഖത്തർ, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങളിലെ നഗരങ്ങൾ താണ്ടി ഒമാനിലെ മസ്കത്തിൽ അവസാനിക്കുന്ന റെയിൽവേ ശൃംഖലയാണ് GCC റെയിൽ പദ്ധതി. 2200 കിലോമീറ്റർ പദ്ധതിയുടെ നിർമ്മാണം ഓരോ രാജ്യത്തെയും അതാത് സർക്കാരുകളാണ് നിർവഹിക്കുന്നത്. ഇതിൻ്റെ മേൽനോട്ട ചുമതല GCC റെയിൽ അതോറിറ്റിക്കായിരിക്കും. ബഹ്റൈനിൽ ഈ മാസം നടക്കുന്ന ഗൾഫ് ഗതാഗത മന്ത്രിമാരുടെ യോഗവും ഒക്ടോബറിൽ നടക്കുന്ന ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനവും അതോറിറ്റി രൂപവൽക്കരണത്തിന് അന്തിമ രൂപം നൽകും. പദ്ധതി നടത്തിപ്പിനായി ഓരോ രാജ്യവും പിന്തുടരേണ്ട മാർഗരേഖയും ഇതോടൊപ്പം തയ്യാറാക്കും. GCC റെയിൽ പദ്ധതിക്ക് ഒമാൻ സജ്ജമായി കഴിഞ്ഞതായി ഗതാഗത മന്ത്രി അഹമ്മദ് അൽ ഫുതൈഷി പറഞ്ഞു. The specification, the standards, we have decided on the energy to be used. We have decided on the cities, on the capacities, the speed, everything, and we are ready also to float it very soon for the construction. സൗദിയിൽ GCC റെയിൽവേയുടെ ഭാഗമാകേണ്ട 150 കിലോമീറ്റർ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. UAEയും പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. $200 ബില്യൺ ചെലവിട്ട് 2018 പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മീഡിയ 1, മസ്കത്ത്.